അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി മാജിക് ഹെൽത്ത് കെയർ വീഡിയോ ആണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് കഴിക്കാൻ മാത്രമല്ല ചർമ്മ സംരക്ഷണത്തിന് മികച്ച ഒന്നാണ് ഉരുളക്കിഴങ്ങ്. കറുത്ത പാടുകളെ അകറ്റാനും ചർമ്മത്തിന് സ്വാഭാവിക നിറം നൽകാനും സഹായിക്കുന്ന പ്രകൃതിദത്ത ബ്ലീച്ചിങ് ഏജന്റ് കൂടിയാണിത്. ആന്റി ഓക്സിഡന്റുകളുടെ സഹായത്തോടെ ചർമ്മത്തെ സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷിക്കാനും അതുപോലെ ചുളിവുകളൊക്കെ അകറ്റാനും സഹായിക്കും. ഒരുപാട് സൗന്ദര്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഈ ഉരുളക്കിഴങ്ങ്. എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സൗന്ദര്യ സംരക്ഷണം എന്നത്. മുഖത്തിന് നിറം മങ്ങുന്നത് തുടങ്ങി കറുത്ത പാടുകള് ചുളിവുകള് എല്ലാവരെയും അസ്വസ്ഥരാക്കുന്ന ഒന്നാണ്. ഓരോ തവണയും ചർമ്മത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഇത് പരിഹരിക്കാനായി ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങിയാണ് പതിവ്. ഇതിനൊക്കെ ഒരുപാട് കാശൊക്കെ ആവും. ഇപ്പൊ ഇതിനെല്ലാം ഉള്ള പരിഹാരം നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. നമ്മുടെ ചർമ്മത്തിന്റെ ഇത്തരം പ്രശ്നങ്ങളെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനാകും. ഈ ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന നിരവധി പോഷകങ്ങൾ ചർമ്മത്തിന് ചെറുപ്പവും തിളക്കവും ഒക്കെ നൽകാൻ സഹായിക്കും. ഞാനിപ്പോ 2 ഉരുളക്കിഴങ്ങല്ലേ എടുത്തിട്ടുള്ളത്. ഇതിന്റെ തൊലിയെല്ലാം മാറ്റിയിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പൊ തൊലിയെല്ലാം മാറ്റി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് നമുക്ക് മാറ്റി വെക്കാം. ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇപ്പൊ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് കട്ടകളൊന്നും ഇല്ലാതെ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെക്കാം. അപ്പൊ ഈ ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു വെക്കുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ വെള്ളം തങ്ങിയിട്ട് താഴെ നമുക്ക് ഇത് ഉരുളക്കിഴങ്ങിന്റെ ആ ഒരു പൾപ്പ് താഴെ തങ്ങി നിൽക്കും. അപ്പൊ അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ കുറച്ച് സമയം നമുക്കിത് മാറ്റി വെക്കാം. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ മാറ്റി വെച്ചില്ലേ അടുത്ത ഉരുളക്കിഴങ്ങ്, ഇതൊന്ന് നമുക്ക് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ജ്യൂസ് മുഴുവനും നമുക്ക് ഒരു അരിപ്പയിലിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ കൊണ്ടോ ഇതുപോലെ പ്രസ് ചെയ്ത് ഇതിന്റെ ജ്യൂസ് മുഴുവനും എടുക്കാം. അപ്പൊ അതാ ജ്യൂസ് മുഴുവനും എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് മുറുക്കി പിഴിഞ്ഞ് ഇത് ജ്യൂസ് എടുത്താലും മതി. അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ ഇട്ട് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മുറുക്കി പിഴിഞ്ഞ് എടുക്കാം. എങ്ങനെയായാലും ഇതിന്റെ ജ്യൂസ് നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പൊ അതിന്റെ ജ്യൂസ് ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കടലമാവാണ് അല്ലെങ്കിൽ കടലപ്പൊടി. സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങളിൽ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു ചേരുവകയാണ് കടലപ്പൊടി. മുഖത്തെ കരുവാളിപ്പ് അകറ്റാനും ചർമ്മത്തിന് സ്വാഭാവിക നിറം നൽകാനും മുഖക്കുരുവിനെ തടയാനും പാടുകളെ അകറ്റാനും എണ്ണമയം മാറി കിട്ടാനും ഒക്കെ കടലമാവിന് കഴിവുണ്ട്. മുഖത്തെ എല്ലാ പാടുകളും മാറി മുഖത്തിന് നല്ല തിളക്കവും നല്ല സോഫ്റ്റും ആയ ചർമ്മം കിട്ടാൻ കടലപ്പൊടി നല്ലതാണ്. അതുപോലെ തന്നെ കടലപ്പൊടിയിൽ സിങ്ക് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മം നല്ല തിളക്കവും സോഫ്റ്റും ആക്കി വെക്കാൻ സഹായിക്കും. കടലപ്പൊടിയിൽ നേർത്ത തരികളുണ്ട്. അത് നമ്മുടെ ചർമ്മത്തിൽ ഒരു സ്ക്രബായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കടലപ്പൊടിയിലെ ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തിന്റെ പ്രായമാക്കൽ ലക്ഷണങ്ങൾ ഒരു പരിധിവരെയൊക്കെ തടയാൻ സഹായിക്കും. അപ്പൊ നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ കടലപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പൊ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ അതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ വീട്ടിൽ ഉണക്കി പൊടിപ്പിക്കുന്ന മഞ്ഞൾപ്പൊടി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുഖത്താണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കടയിൽ നിന്നും പാക്കറ്റുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന കെമിക്കൽ അടങ്ങിയ മഞ്ഞൾപ്പൊടി എടുക്കാതെ മഞ്ഞൾ വാങ്ങാൻ കിട്ടും. അത് ഉണക്കി പൊടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. മുഖക്കുരുവിന്റെ പാടുകൾ ചർമ്മത്തിന്റെ ഭംഗിയെ ബാധിക്കും വിധത്തിലുള്ള മറ്റു പാടുകളെല്ലാം നീക്കം ചെയ്ത് ചർമ്മം നല്ല തിളക്കമുള്ളതാക്കി വെക്കുന്നതിനും നല്ല നിറം വെക്കാനും ഒക്കെ മഞ്ഞൾപ്പൊടി ഒരുപാട് നല്ലതാണ്. നമുക്ക് വേണ്ടത് കുറച്ച് 2 നുള്ള് മഞ്ഞൾപ്പൊടിയൊക്കെ മതിയാകും. ഒരുപാടൊന്നും വേണ്ട. ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേനാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ചർമ്മ സംരക്ഷണത്തിന് തേൻ ഉപയോഗിച്ച് വരുന്നത്. അപ്പൊ ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ തേൻ ഒരുപാട് നല്ലതാണ്. ചർമ്മത്തിന് നല്ല തിളക്കവും നിറവും ഒക്കെ കിട്ടാൻ തേൻ ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ ചർമ്മത്തിലെ ബാക്ടീരിയകൾ കാരണമാണ് നമുക്ക് മുഖക്കുരു ഉണ്ടാവുന്നത്. ഇത് മാറിക്കിട്ടാൻ തേന് കഴിവുണ്ട്. മുഖത്തുള്ള എണ്ണമയം മാറിക്കിട്ടുന്നതിനും അതുപോലെ തന്നെ മുഖത്ത് ആ മൂക്കിന്റെ ഭാഗത്തും ഒക്കെ ഉള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറ്റി മുഖത്തുള്ള ആ കരിവാളിപ്പൊക്കെ മാറിക്കിട്ടുന്നതിനും ചർമ്മ രോഗങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിനൊക്കെ തേൻ ഒരുപാട് നല്ലതാണ് വേണ്ടത്. അപ്പോൾ 1 ടീസ്പൂൺ തേനാണ് ഇതിലേക്ക് വേണ്ടത്. തേനും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പം നമ്മുടെ ഫേസ് മാസ്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മുഖം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മാറ്റിയതിന് ശേഷം മുഖം നല്ലതുപോലെ കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക. മുഖത്ത് മാത്രമല്ല കഴുത്തിലുമൊക്കെ അപ്ലൈ ചെയ്യുക. നല്ലതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം 2-3 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുക. ഇതിൽ കടലപ്പൊടി ഉണ്ട്. അപ്പോൾ ആ കടലപ്പൊടിയുടെ ചെറിയ തരികളൊക്കെ നമ്മുടെ മുഖത്തുള്ള ചെറിയ ചെറിയ കുരുക്കളൊക്കെ മാറുന്നതിന് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് 2-3 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്കിങ്ങനെ മുഖം ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റും, ഒന്ന് വലിച്ചിൽ പോലെ വരുമല്ലോ. ഒന്ന് ഉണങ്ങിയതിന് ശേഷം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ തുണി വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് തുടച്ച് മാറ്റുക. ഏതെങ്കിലും മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ സൺസ്ക്രീനോ എന്തെങ്കിലും ഇടുക. അപ്പം നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും, അതുറപ്പാണ്. അപ്പോൾ പാർലറിലൊന്നും പോയി ഒരുപാട് പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് തുടർച്ചയായിട്ട് 7 ദിവസം ഉപയോഗിക്കുക. അപ്പോൾ നല്ല മാറ്റം ഉണ്ടാവും. നല്ല മുഖത്ത് പാടുകളെല്ലാം മാറി നല്ല മുഖത്തിന് നല്ല തിളക്കവും നല്ല സോഫ്റ്റും ഒക്കെ വന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇത് ഒന്നാമത്തെ ഫേസ് മാസ്ക് ആണ്. രണ്ടാമത്തെ ഫേസ് മാസ്കിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് അടിച്ച് നമ്മൾ ഗ്ലാസ്സിൽ വെച്ചിട്ടില്ലേ, ഫേസ് മാസ്കിന് വേണ്ടിയതാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളം ഇതാ കണ്ടില്ല, അതിൻ്റെ മുകളിൽ തെളിഞ്ഞ് നിൽക്കുന്ന വെള്ളം മാറ്റിയിട്ട് അതിൻ്റെ താഴെയുള്ള ആ മട്ടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള വെള്ളം മാറ്റിയിട്ട് ഇതിൻ്റെ പൾപ്പ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. വെള്ളം നമുക്ക് ആവശ്യമില്ല, ഇതിൻ്റെ പൾപ്പാണ് നമുക്ക് ആവശ്യം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തൈരാണ്. തൈര് നല്ല കട്ടിയുള്ള തൈര് നോക്കിയെടുക്കുക. തൈരിന് നിരവധി ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളുണ്ട്. സൂര്യനിലെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ചർമ്മത്തിന് സംരക്ഷണം നൽകാൻ തൈരിന് സാധിക്കും. അതുപോലെ തന്നെ സൂര്യാഘാതം ഏറ്റ സ്ഥലത്ത് തൈര് കുറച്ച് പുരട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ മുഖത്തെ കരിവാളിപ്പൊക്കെ മാറ്റി ചർമ്മം നല്ല നിറം വെക്കാനൊക്കെ തൈര് നല്ലതാണ്. ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്താനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ ഏത് ടൈപ്പ് ചർമ്മത്തിനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. തൈര് വേണ്ടത് 2 ടീസ്പൂൺ മുതൽ 3 ടീസ്പൂൺ വരെയാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 ടീസ്പൂൺ കട്ടിയുള്ള തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തൈരും കൊണ്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേനാണ്. തേൻ 1 ടീസ്പൂണാണ് എടുക്കുന്നത്. തേനും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കടയിൽ നിന്നും പാക്കറ്റുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അത് എടുക്കരുത്. അതിൽ മൈദയുടെ അംശമുണ്ട്. അപ്പം നമ്മൾ കടയിൽ നിന്നും മുഴുവൻ ഗോതമ്പ് വാങ്ങിച്ച് നല്ലതുപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചതിന് ശേഷം അരിപ്പയിലിട്ട് അരിച്ചിട്ട് അത് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നതല്ലേ, അപ്പോൾ അത് കുറച്ചും കൂടെ സുരക്ഷിതമായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. മുഖത്തുള്ള എണ്ണമയമൊക്കെ നീക്കി മുഖത്ത് തിളക്കവും അതുപോലെ തന്നെ വൃത്തിയൊക്കെ കിട്ടാൻ ഗോതമ്പ് പൊടി ഒരുപാട് നല്ലതാണ്. ചർമ്മത്തിലെ കേടായ കോശങ്ങൾ നന്നാക്കി വെക്കാൻ ഗോതമ്പ് പൊടിക്ക് കഴിവുണ്ട്. അതുപോലെ തന്നെ മുഖക്കുരുവിന്റെ പാടുകളൊക്കെ മാറ്റുന്നതിനും ചർമ്മത്തിന്റെ ഭംഗിയെ ബാധിക്കും വിധത്തിലുള്ള മറ്റു പാടുകളെല്ലാം തന്നെ നീക്കം ചെയ്ത് ചർമ്മം നല്ല തിളക്കമുള്ളതാക്കി വെക്കാനൊക്കെ ഗോതമ്പ് പൊടി ഒരുപാട് സഹായിക്കും. ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടീസ്പൂൺ ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി ഈ മിക്സിലേക്ക് അങ്ങ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. പെട്ടെന്ന് നമുക്ക് ഫേസ് പാക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കടലമാവ് ചേർത്തുള്ള ഫേസ് പാക്ക് ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ളത്. മുഖം നല്ലതുപോലെ ആദ്യം വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഫേസ് വാഷോ എന്തെങ്കിലും വെച്ച് നല്ലതുപോലെ ഒന്ന് മുഖം കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ചതിന് ശേഷം മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവൂ. ഈ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാവൂ. മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യുക. പാടുകൾ നിറം മങ്ങിയ സ്ഥലത്തൊക്കെ ഇത് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരുപാട് അങ്ങ് ഉണങ്ങി പോകരുത്. ചെറുതായിട്ടൊന്ന് ഉണങ്ങി വരുന്ന സമയത്ത് പഞ്ഞിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ട് തുടച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കഴുകി കളയുന്നതിനേക്കാളും അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം മുഖം നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ആലുവേര ജെല്ലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്തെങ്കിലും തേച്ച് പിടിപ്പിക്കുക. ഈ ഉരുളക്കിഴങ്ങിൻ്റെയും ഗോതമ്പ് പൊടിയുടെയും പ്രവർത്തനം കൊണ്ട് സ്കിന്നിന് വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റമാണ് കിട്ടുന്നത്. ഒറ്റ യൂസിൽ തന്നെ നല്ല മാറ്റം കിട്ടും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം ഉപയോഗിക്കുക. എന്നിട്ട് ആഴ്ചയിൽ 3-4 ദിവസമൊക്കെ ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ സ്കിന്നിന് ടാനിങ്ങും ഡെഡ് സ്കിന്നും ഒക്കെ മാറ്റി നല്ല ഗ്ലാസ് പോലത്തെ സ്കിന്ന് നിങ്ങൾക്ക് കിട്ടും. വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, വേറെ പുറത്തുനിന്നൊന്നുമില്ല. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് കയ്യിലൊന്ന് അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അലർജിയും ചൊറിച്ചിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മുഖത്ത് അപ്ലൈ ചെയ്യുക. 2 ഫേസ് പാക്കാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അത് ചെയ്യുക. രണ്ടും നല്ല റിസൾട്ട് തരുന്ന ഫേസ് പാക്കുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്